സംഘടനയായി മാറിയിരിക്കുന്നു. സ്ഥാപകനും ഗുരുതുല്യനുമായ പരമേശ്വർജിയുടെ നവതി വിപുലമായി ആഘോഷിക്കാനാണ് നവോദയത്തിന്റെയും തീരുമാനം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ജനാധിപത്യ പുനഃസ്ഥാപനത്തിൽ നിർണായക പങ്കുവഹിച്ച പി പരമേശ്വരൻ 1977 മുതലാണ് ഇന്ദ്രപ്രസ്ഥത്തെ തന്റെ കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്തത്. പിന്നീട് ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ച പരമേശ്വർജി ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം ചെലുത്തി. 1982 അദ്ദേഹം പ്രേരണ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും ഇന്നത് നവോദയം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ 35 വർഷത്തിനിടെ രാജ്യതലസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി സാമൂഹിക വിഷയങ്ങൾ ഏറ്റെടുത്ത നവോദയം പ്രമുഖ സാംസ്കാരിക സംഘടനകളുടെ പട്ടികയിൽ ഇതിനകം ഇടം നേടിക്കഴിഞ്ഞു. പരമേശ്വർജി നവോദയത്തിന്റെ രൂപീകരണത്തിലൂടെ എന്താണ് വിഭാവനം ചെയ്തത്? ആ ലക്ഷ്യത്തിലേക്ക് നവോദയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലുള്ള മലയാളി കുടുംബങ്ങളിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക സന്ദേശവും ആധ്യാത്മിക ചൈതന്യവും വളരെ ശരിയായ രീതിയിൽ എത്തിക്കാൻ നവോദയത്തിന് കഴിയുന്നു. നവോദയത്തിൻ്റെ സ്ഥാപക നേതാവാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനസപുത്രൻ ആണ് നവോദയം എന്ന് പറയാം. കേരളത്തിലെ ചുവപ്പൻ ഭീകരതയുടെ വ്യാപ്തി ദേശീയ തലത്തിൽ എത്തിക്കുന്നതിൽ നവോദയം വഹിച്ച പങ്ക് നിർണായകമാണ്. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മകൾ ഭരണകൂട ഭീകരതയ്ക്കുള്ള താക്കീതായി. എന്തായാലും സംഘടനയുടെ സ്ഥാപകനും സ്വാത്വിക ആചാര്യനുമായ പരമേശ്വർജിയുടെ നവതി വിപുലമായി കൊണ്ടാടാനാണ് നവോദയം ഭാരവാഹികളുടെ